അതെ, പലതരം പ്രാന്തുകൾ കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് പ്രാന്ത്, സിനിമാ പ്രാന്ത്, ടൂറ് പോകുന്ന പ്രാന്ത്, വണ്ടി പ്രാന്ത്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു പ്രാന്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിണ്ടല്ലേ? സൗണ്ട് ഭ്രാന്ത്. ഇതെന്തുവാടാ ഇത്? ഏ ഏ ഇതെന്തോന്ന് ഇതെന്തോന്ന് ഇതെന്ത്? ഒന്നും പറയാനില്ല. ഒളിഞ്ഞു നോക്കരുത്, ഒളിഞ്ഞു നോക്കുന്നത് ശരിയല്ല. ഒളിഞ്ഞു നോക്കുന്നേ? ഒളിഞ്ഞു നോക്കുന്നത് ഇത് എത്ര രൂപയുടെ മുതലാ? എത്ര രൂപയുടെ മുതലാ ഈ നോക്കുന്ന ചെറിയ മൊത്തം? പൈസയേ ഉള്ളൂ. എന്നാലും ഏകദേശം ചെറിയ പൈസയാ. നോക്കണം. 1,19,000, 19,000, 80,000, 80,000. 48,000. എടാ, ബാക്കിയുള്ളവരെ റിലയൻസിൽ കയറി ഒരു സാധനം വാങ്ങിക്കാൻ നേരത്തെ നീ എന്തോ പറയുന്നേ? വേണ്ട, അധിക ചെലവ്, അധിക ചെലവ്. ഇത് അധിക ചെലവല്ലേ? ഇതൊക്കെ ഓരോരോ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങള്. ഇതെന്താണെന്നറിയാമോ? ആ, ഇത് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ തിരിച്ചാക്കട്ടെ ക്യാമറ. ഞാൻ നിക്ക്. ആ, കാരണം എന്താന്ന് നിങ്ങൾ കേട്ടോ? പറ. എനിക്ക് ഒരു 90, 89 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർക്ക് എല്ലാം ഈ സൗണ്ട് വരാന്നുണ്ട്. ഉം, ഏകദേശം എനിക്ക് തോന്നുന്നു ഉം, ഞങ്ങളുടെ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടത്തിനകത്തൊക്കെ കുടം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുടം ഇല്ലേ, ആ പ്ലാസ്റ്റിക് കുടത്തിനകത്ത് ഞങ്ങള് ഉം, സ്പീക്കറൊക്കെ വെച്ച്, അത് പഴയ ചെറിയ സ്പീക്കറൊക്കെ അതൊക്കെ വെച്ച് അതിന്റെ മേളിൽ തുണിയൊക്കെ വെച്ച് കെട്ടി ഉം, രണ്ട് സൈഡ് കുടമൊക്കെ വെച്ചിട്ട് ഞങ്ങള് പണ്ട് പാട്ടൊക്കെ കേൾക്കുന്നത്. അന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റീരിയോ ആകുമ്പൊക്കെ ഉള്ളു. ഉം, അതും ചെറിയ 44, 40 ചെറിയ അങ്ങനെ പറയാൻ, അതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഒരു പഴയ മോഡല്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാരും പാട്ട് കേട്ടോണ്ടിരുന്നത്. ഉം, അങ്ങനെ അത് മേടിച്ചോണ്ട് വരുക, അസംബ്ലി ചെയ്യുക. ഉം. പിന്നെ കുടത്തി പിന്നീട് വന്നത് എങ്കിൽ പിന്നെ തനിക്ക് വല്ല സൗണ്ട് എഞ്ചിനീയറിംഗും പഠിച്ചാ പോരായിരുന്നു? കൊള്ളാം. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ മോഹമായിട്ട് ഞാൻ ആ, ഒരു വിദ്യാലയത്തിൽ പോയി. എന്നിട്ട്? ആ കഥ അറിയത്തില്ലേ? ഇല്ല. അമൃതയിൽ പോയി ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട്. ആ. അവിടെ പഠിക്കാൻ പോയപ്പോ അവരാണ് ഫിസിക്സിന് 70% മേളിൽ മാർക്കാണെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയർ. ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് ആ. അവര് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടായിരുന്നു. ഉം. അങ്ങനെ പിന്നെ ഇനി അവസരമുണ്ട് ദാസ. ഇപ്പം യുഗങ്ങളൊക്കെ വളരെ വലുതായി. നര വന്നു, നര. നര വന്ന് ഇനിയിപ്പം പഠിച്ചിട്ട് കാര്യമില്ല. ഉം. ഇപ്പൊ വലിയ 7 ചാനലും 10 ചാനലും. എവിടെ പോയാലും ഓക്സിജനിൽ കയറുക, മൈജി കയറുക, കണ്ടിടത്തെല്ലാം ചെന്നിട്ട് ചോദിക്കുന്നതാണോ 9 ചാനലിനുള്ള സാധനം ഉണ്ടോ, 5 ചാനലുള്ളതുണ്ടോ, 10 ഉണ്ടോ, സറൗണ്ട് ഉണ്ടോ, അതുണ്ടോ? ഇതെല്ലാം കേറി ഒന്ന് കാണുമ്പോ നമുക്ക് മനസ്സിനൊരു ആ, സുഖമുണ്ട്. ആ സുഖം എന്ന് ഇതേപോലെയാണ് പറഞ്ഞാൽ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് മിന്ത്രയും മീഷോയും ആമസോണും ഫ്ലിപ്കാർട്ടും. നമുക്ക് അതൊന്നും ഇല്ലടേ. നമുക്ക് ആകെ വളരെ ചെറിയ നമ്മള് സ്റ്റോർ. പാമ്പടിച്ചവര് കൂടിപ്പോയ 500 രൂപയ്ക്കകത്തുള്ളതോ 1000 രൂപയ്ക്കകത്തുള്ളതോ പറയും. ഇവർ 1,00,000 രൂപയ്ക്കകത്തുള്ളത് പറയും. 1 ലക്ഷം ഒന്നും ഇല്ല, അതിൽ കൂടുതലുണ്ട്. 10 ലക്ഷം ഒക്കെ മിനിമം. വീട്ടിലൊരു ഇയാളുടെ ഹോം തിയേറ്റർ. ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും എന്റെ വലിയ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉം. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ആവുമായിരിക്കും. 10. ഏകദേശം ഒരു 10 ലക്ഷം രൂപ അത്രേ ഉള്ളൂ. ഒരു വീടിന്റെ മേളിലോ അല്ലെങ്കിൽ ഉം. റൂമിനകത്തോ ഒരു അക്കോസ്റ്റിക് ഒക്കെ ചെയ്ത് എന്നിട്ട് ഒരു അതി കിടന്ന് മരിക്കണം. അത് സിനിമ കണ്ട് അത് കിടന്ന് മരിക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. എന്റെയും എന്നാ കൊച്ചിന്റെയും കാര്യം എന്താവും എനിക്കറിയത്തില്ല. ശരിക്കും ഇതൊരു നമ്മളിപ്പോ ചെറിയ വേറൊരു കാര്യം നമ്മൾ കേൾക്കണം. ആ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മേളിൽ നിന്ന് നമ്മളെ മലക്കറി ഓടിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഉം. ഒരു 50-60 വയസ്സുള്ള ചേട്ടനാ, ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു ചേട്ടനാ. ഉം. അതിനകത്ത് പോലും ആ പുള്ളിക്കാരൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റം, ഉം. ഒരു സബ്ബൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉം. പാട്ടിട്ട് ഇടിച്ചിടിച്ച് പോകുന്നു. ആ. അതാ ആ പണ്ട് തൊട്ടുള്ള ഒരു ഓട്ടോറിക്ഷയിൽ വെച്ച് അങ്ങനെ ഒരു സ്റ്റീരിയോ സിസ്റ്റം ചെയ്ത് അത് ഭയങ്കര രസമായിട്ടാ നമ്മളൊക്കെ കേട്ട് വളർന്നു വന്നത്. ഉം. അതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം. ഈ സബ് വെച്ച് ബും ബും എന്ന് കേട്ട് ഈ തലയ്ക്കകത്തല്ല അത് തന്നെ ആന്ന്. 2 ഹെഡ്സെറ്റ് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ ഇങ്ങനെ അറിയത്തില്ല. അതാ ഇപ്പോഴും അത് ചിലർക്ക് അതൊരു ക്രേസാ. എനിക്ക് തോന്നുന്നൊരു 100-ലൊരു 2-3 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 പേർക്കൊക്കെ അത് ഈ ഒരു ക്രേസ് ഉണ്ടായിരിക്കത്തുള്ളൂ. എല്ലാവർക്കും ഇത് എന്തിന്? കാണണമെന്നില്ല. 100-ല് 10 എണ്ണത്തെയാണല്ലോ എനിക്ക് കിട്ടിയത്. അല്ല, ഈ ഹെഡ്സെറ്റ് വെച്ച് എല്ലാരും പാട്ട് ഇത് കേൾക്കുന്നത് ഞാൻ പറയാം. പുള്ളി ഇതിങ്ങനെ കാണും, കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങത്തില്ല. ബാത്റൂമിൽ പോകുമ്പോ, കിടക്കാൻ പോകുമ്പോ, ഇരിക്കാൻ പോകുമ്പോ, എന്തിന് എഡിറ്റ് ചെയ്യുമ്പോ പോലും ഇതാണ് എല്ലാം. വിഗ്രഹമൊക്കെ ഫ്രണ്ടിൽ വെക്കുമല്ലോ, ദൈവങ്ങളുടെ പടമൊക്കെ വെക്കുന്നത് പോലെ, കൊന്തയൊക്കെ കഴുത്തി അണിയുന്നത് പോലെയാണ് കാർത്തികേട്ടൻ ഇത് ഹൃദയത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്.
ഇത് നമ്മൾ ഓരോ ദിവസവും കാണുമ്പോ ഒന്ന് ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോ നമുക്ക് പേടിച്ചില്ലെങ്കിലും മനസ്സിനകത്തൊരു എന്തോ ഒരു അത് ഇങ്ങനെ മാത്രം ആൾക്കാരെ വിളിച്ച് തിരക്കുക. അതാ ഞാൻ പറയാൻ വന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോള് കേട്ട് 1,00,000 രൂപയോ അതായത് സെറ്റ് ആക്കാനോ. ഞാൻ അന്നേരം തൂത്തോണ്ട് നിൽക്കുക. ഞാൻ ചെന്ന് ഇത് എന്തോന്ന് എടി ഇതൊക്കെ ഒരു മനസ്സുഖമാന്ന് വിളിച്ചു തിരക്കുമ്പോ. വിളിച്ച് തിരക്കുമ്പോ അവർക്കൊരു സുഖം, കേൾക്കുമ്പോ നമുക്കൊരു സുഖം. അതൊരു പ്രത്യേക മനസ്സുഖം ശരിക്കും പറഞ്ഞു. ആൾക്കാരെ വിളിച്ചിട്ട് ഇനി വിലയൊക്കെ തിരക്കി ഇനി നിങ്ങൾ പറ ഈ മനസ്സുഖം ഞാൻ വെച്ച് പൊറപ്പിക്കണോ വേണ്ടായോ? ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്നത് വരെ എന്റെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിനകത്തായിരിക്കും എന്റെ തലയിലെല്ലാം സൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് സൗണ്ട് ഭ്രാന്തൻ. കേൾക്കുമ്പോ ഒരു പ്രത്യേക മനസ്സുഖം. അത് പറഞ്ഞറിയിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാനിനി റിലയൻസിൽ കയറിയിട്ട് ഞാനും പറയും ഇതെന്റെ മനസ്സുഖമാണ്.